ഹലോ എവ്രി വൺ, വി ആർ ലൈവ് അഗൈൻ. സോ ഞങ്ങൾ വീണ്ടും ഒരു ഫ്രൈഡേ നമ്മൾ ഒരു ചെറിയൊരു ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു. സോ താങ്ക് യു എവ്രി വൺ ഫോർ വാച്ചിങ് അസ്, ഫോർ സപ്പോർട്ടിങ് അസ്, ആൻഡ് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഫ്രം വെർ എവർ യു ആർ വാച്ചിങ്. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ഞങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത്, ആസ് യു ഓൾ നോ, ഞങ്ങളെ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, വി ആർ ഓൺലൈൻ ഓൺടർപ്രണേഴ്സ്, വി ആർ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്. സോ നമ്മൾ എല്ലാവരും പല പല കൺട്രിയിൽ നിന്ന് പല ഡിഫറെന്റ് പ്രൊഫഷൻസിൽ വർക്ക് ചെയ്യുന്നവരാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയും കൂടുതൽ സമയം നമ്മുടെ ഫാമിലി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ എടുത്തേക്കുന്ന ഒരു തീരുമാനമാണ് ടു ബിക്കം എൻ ഓൺലൈൻ ഓൺടർപ്രണർ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങളുടെ പ്രസൻസ് നിങ്ങൾ കണ്ടു കാണും ത്രൂ അവർ ബിസിനസ് പേജ്. അപ്പൊ നമുക്ക് 2 പേജസ് ഉണ്ട്. ഒരെണ്ണം നമ്മുടെ ബിസിനസ് പേജും പിന്നെ നമ്മുടെ പേഴ്സണൽ പ്രൊഫൈലുമാണ്. അപ്പൊ ചിലവർക്ക് സംശയം തോന്നും, പേഴ്സണൽ പ്രൊഫൈലിൽ കൂടെ ആണോ ഈ ബിസിനസ് ചെയ്യുന്നതെന്ന്. അങ്ങനെയുള്ളവരോട് പ്രത്യേകം ഞാൻ പറയണേണ്, പേഴ്സണൽ പ്രൊഫൈൽ ത്രൂ അല്ല നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസിന് വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ട് ഒരു ബിസിനസ് പേജ് സെപ്പറേറ്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പേഴ്സണൽ പ്രൊഫൈലുള്ള ആളുകൾ നമ്മളെ കാണുമെന്നോ അല്ലെങ്കിൽ അവര് അറിയണമെന്നോ അങ്ങനെ ഒന്നുമില്ല. വി ക്യാൻ ഓൾ സെറ്റ് ദ പ്രൈവസി ആൻഡ് ഓൾ. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. പിന്നെ ചിലവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും പ്രൊഫൈലിൽ ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ളവർക്കും നോ പ്രോബ്ലം. ഇനി നമ്മൾ ഇപ്പൊ ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഒത്തിരി ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്, ലൈക്ക് ഞങ്ങളിപ്പോൾ ലൈവ് ചെയ്യുന്ന പോലെ ലൈവ് ചെയ്യണോ, അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യണോ, ഫേസ് കാണിക്കണോ, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ഒക്കെ നമ്മുടെ എൻക്വയറീസിൽ നമുക്ക് വരാറുണ്ട്. അപ്പൊ ഇന്ന് ആ ഡൗട്ട്സ് ആണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ റിയക്ക് എന്തായിരുന്നു ആദ്യം ഫസ്റ്റ് ബിസിനസിനെ കുറിച്ച് കേട്ടപ്പോൾ എന്തെങ്കിലും ഫിയർ ഉണ്ടായിരുന്നോ? വേറെ ഇങ്ങനെ വീഡിയോ ചെയ്യണെ കുറിച്ച് ഫിയറോ അല്ലെങ്കിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഫിയർ ഉണ്ടായിരുന്നോ? Okay, thanks Melina. Thanks everyone. Have a good day today. And okay, അത് തന്നെ ഞാൻ ഇതില് ആദ്യം ജോയിൻ ചെയ്തപ്പം ആദ്യത്തെ നല്ല പേടി ഉണ്ടായിരുന്നു. പേടിയില്ലാന്ന് കള്ളം പറയുന്നില്ല. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ മെലീനയുടെ പേജൊക്കെ നോക്കിയപ്പം അതിൽ മെലീന വന്നിട്ട് ബിസിനസ് പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഉണ്ടായ പേടി, ഞാനും ഇതുപോലെ വന്നിട്ട് ബിസിനസിനെ പറ്റിയിട്ട് പറയണോ, എന്റെ മുഖമൊക്കെ ഷോപ്പ് കാണിച്ചിട്ട് ഞാൻ ചെയ്യണോ എന്നുള്ളത്. ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഇല്ല, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല, ഒരു ഫോളോവേഴ്സും ഇല്ല. ഞാനിപ്പോ ഒരു 10-15 വർഷമായി ഫേസ്ബുക്ക് ഉപയോഗിക്കാറേ ഇല്ല. അങ്ങനെയുള്ള ഞാൻ വന്നിട്ട് എന്താണ് ഞാൻ ഫേസ്ബുക്കിൽ ചെയ്യാൻ, എന്താണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ പേടിയായിട്ടുള്ളത്. അപ്പം മെലീന പറഞ്ഞു അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഇതൊക്കെ ചെയ്യാതെ തന്നെ നമ്മുടെ മുഖമൊന്നും കാണിക്കാതെ തന്നെ ഈ ബിസിനസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ ഒന്നാമത് നമ്മുടെ ഈ ബിസിനസ് ഓൺലൈൻ ബിസിനസ് ആണ്. അതുകൊണ്ട് നമുക്കൊരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യണം. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ബിസിനസ് പേജിൽ വന്നിട്ട് ഈ ബിസിനസിനെ പറ്റിയിട്ട് പറയുന്നത്. അത് നമ്മുടെ ഷോ ഓഫ് ചെയ്തിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. പല പല ഓപ്ഷൻസ് ഉണ്ട്. അതിനുള്ള ആയിട്ടുള്ള ഒന്നാണ് ഈ ബിസിനസ് ഫേസ്ലെസ് മാർക്കറ്റിംഗ്. അതിനെ പറ്റിയിട്ടും കുറച്ച് പറഞ്ഞു തന്നു. അതൊക്കെ കേട്ടിട്ടാണ് ഞാനും ഇതിൽ കയറിയത്. അപ്പൊ കഴിഞ്ഞു. ഞാനും ഇതുപോലെ ഫേസ്ലെസ് ആയിട്ട് തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ പിന്നെ ഞാനും എന്താ പറയാ, ഞാനിപ്പോ ഫേസ് കാണിച്ചിട്ടാണ് ഇപ്പൊ ഈ ഗോലൈവ് ചെയ്യുന്നത്. അപ്പൊ ഞാനും ഇപ്പൊ കംഫർട്ട് ആയിട്ടാണ് ഉള്ളത്. അപ്പം ഒന്നാമത് പിന്നെ ഞാൻ പറയും, ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ആവശ്യമില്ല. പല ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. ഷോപ്പ് ചെയ്യാതെയും എല്ലാം തന്നെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടെന്നത്. നമുക്ക് നമ്മുടെ വോയിസ് വെച്ചിട്ട് ഞാൻ വോയിസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പം ചെയ്യാറുണ്ട്. പലപ്പോഴും വോയിസ് വെച്ചിട്ട് ചെയ്യാറുണ്ട്, സ്ലൈഡ്സ് വെച്ചിട്ട് ചെയ്യാറുണ്ട്, റീൽസ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം തന്നെ ഞാനൊക്കെ ഈ ഗോ ലൈവ് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞതിന്റെ മെയിൻ റീസണ് എനിക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല. എന്റെ മലയാളം ശരിയില്ല, എന്റെ ഇംഗ്ലീഷ് ശരിയില്ല, എനിക്ക് വാക്കുകൾ വരില്ല, അധികം വായിക്കുന്ന ആളൊന്നുമില്ല, അതുകൊണ്ട് വാക്കുകൾ വരില്ല. പക്ഷെ ഇപ്പൊ എനിക്കറിയാം ഇതൊന്നും അല്ല കാര്യം. നമ്മുടെ ഇൻഫോർമേഷന് ആൾക്കാരിൽ എത്തിക്കുക. അതിന് ഭയങ്കര അച്ചടി ഭാഷയൊന്നും ആവശ്യമില്ല, ഒക്കെ ആവശ്യമില്ല. നമ്മുടെ ഇൻഫോർമേഷൻ എത്തിക്കാൻ അതിപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുന്നത് ആൾക്കാരിൽ എത്തുന്നുണ്ടെന്ന് എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് കാണുന്നേരം. അതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ആയിട്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെ പറയാതിരിക്കാനും നമുക്കുള്ള ഓപ്ഷൻ ഉണ്ട്, പറയാനുള്ള ഓപ്ഷനും ഉണ്ട്. അത് നമ്മൾ പെർഫെക്ഷൻ ആവണമെന്നില്ല. ഒന്നാമത് നമുക്ക് ഇതിൽ വേണ്ടത് മെയിനായിട്ട് കൺസിസ്റ്റൻസി മാത്രമാണ് വേണ്ടത്. നമ്മുടെ പെർഫെക്ഷൻ അല്ല വേണ്ടത്, ഞാൻ പറയാം. പിന്നെ അതുപോലെ വിസിബിലിറ്റി
പിന്നെ നമുക്ക് കൂടുതൽ ട്രസ്റ്റ് ഉണ്ടാക്കും. നമ്മൾ വിസിബിൾ ആണെങ്കിൽ എല്ലാവർക്കും അറിയാതെ നേരിട്ട് പറയുന്നത് പോലെയല്ല നമ്മുടെ വോയിസ് മാത്രം കേട്ടിട്ട് ആൾക്കാരെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഓപ്ഷൻസ് ഉണ്ട്, നമ്മളെ കാണിക്കാനും കാണിക്കാതിരിക്കാനും എല്ലാം ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു റിയ, താങ്ക് യു സോ മച്ച്. റിയ പറഞ്ഞതിൽ ഒരു വലിയ പോയിന്റ് എന്ന് പറയുന്നത് പെർഫെക്ഷനിസം അല്ല നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യണത്, ടു ഷോ അപ്പ്. കൺസിസ്റ്റൻസി ആണ് നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും, ബിസിനസ് മാത്രമല്ല എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പെർഫെക്ഷൻ അല്ല, കാരണം ഈ ലോകത്ത് ആരും പെർഫെക്ഷനും അല്ല, പെർഫെക്റ്റ് ആയിട്ട് ഒരു ടൈമും ഇല്ല നമുക്ക്. വി ജസ്റ്റ് കീപ് ഡൂയിങ്, ഷോയിങ് അപ്പ് എവറി സിംഗിൾ ഡേ അല്ലേ. നമ്മൾ ഷോ അപ്പ് ചെയ്യുക ആൻഡ് സ്ലോലി നമ്മൾ ആ ബിസിനസ് ഗ്രോ ചെയ്യണേണ്. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ആ ഒരു ബിസിനസിന്റെ ഒരു ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കണേണ്. ആൻഡ് വൺ ഡേ യു വിൽ സ്റ്റാർട്ട് സീയിങ് ദ റിസൾട്ട്സ്. ഒരു ചെടി നട്ട് നമ്മൾ അതിനെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വളർത്തുന്നത് പോലെ തന്നെ എവറി സിംഗിൾ വീഡിയോ യു പുട്ട്, എവറി സിംഗിൾ പോസ്റ്റ് യു പുട്ട്, എല്ലാം നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ അതിന്റെ ഭാഗമായിട്ടാണ്. ആൻഡ് റിയ പറഞ്ഞ പോലെ നമുക്ക് പല പല ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ആദ്യമൊക്കെ നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ മാൻഡേറ്ററി. ആൻഡ് നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് തന്നെ എല്ലാവർക്കും കംഫർട്ടബിൾ ആകാൻ വേണ്ടിയാണ്. കാരണം ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഫുൾ ടെൻഷൻ. പക്ഷെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചിറ്റ് പോലെ നമുക്ക് തോന്നുള്ളൂ. സോ താങ്ക് യു റിയ, താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക്. അപ്പൊ നമുക്ക് ഇനി അനുവിനോട് ചോദിക്കാം. ഹായ് അനുവിന് എന്താ തോന്നുന്നത്, നമുക്ക് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ വാട്ട് വാസ് യുവർ എക്സ്പെക്ടേഷൻ ആൻഡ് ഇപ്പൊ എന്താണ് അനുവിന് തോന്നുന്നത്? ഹായ് ചേച്ചി, താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. എനിക്കും റിയ ചേച്ചി ഓൾമോസ്റ്റ് പറഞ്ഞു ആദ്യം നമുക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഫിയർ. കാരണം നമുക്കിത് ചെയ്തിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ടെക്നിക്കൽ അതിന്റെ ഒരു ഹെൽത്ത് കെയർ ഫീൽഡ് ആയതുകൊണ്ട് അതിന്റെ ഒരു വറീസും അങ്ങനത്തെ ഒരു ഓവറോൾ അറിയാൻ മേലാത്തതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എത്രമാത്രം ഫ്ലെക്സിബിൾ ആണ് എന്ന് അറിഞ്ഞപ്പം മുതലേ അത് നമുക്കൊരു കോൺഫിഡൻസ് വന്നു. ഇത് നമുക്ക് ഏത് സമയത്തും നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ആവശ്യമില്ലാതെ കളയുന്ന സമയങ്ങൾ നമുക്ക് ഇന്റൻഷനലി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഏൺ ചെയ്യാൻ പറ്റും. അതും ഒരു ലോങ് ടേമിലേക്ക് എന്നറിഞ്ഞപ്പോഴത്തേനും കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. അതുപോലെ തന്നെ അത് ചെയ്യാൻ പറ്റും എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റി. കാരണം നമുക്ക് ഫാമിലി ഉണ്ട് അല്ലെങ്കിൽ കിഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇതൊന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ലെന്നും, അത് ഇപ്പൊ റിയ ചേച്ചി പറഞ്ഞ പോലെ ഒന്നിനും കാരണം പെർഫെക്ഷൻ അല്ല. നമുക്ക് പറ്റുന്നത് പോലെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതൊരു മറ്റൊരു ബിസിനസ് പോലെയല്ല. ഇത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിനോട് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന സമയത്ത് കൊണ്ട് നമുക്ക് തന്നെ പഠിച്ച് നമുക്ക് നമ്മുടെ ഫാമിലിയോടൊപ്പം ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ദോ വീഡിയോസ് ഒക്കെ ആണെങ്കിലും ഞാൻ ചെയ്യുന്ന ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ല. ഞാൻ എൻ്റെ കൊച്ചുങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം, അല്ലെ വെളിയിൽ പോകുന്ന സമയം, അങ്ങനെയുള്ള ഇത് ചെറിയ ചെറിയ ബിസിനസ് ഇൻഫർമേഷൻസ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാനായിട്ട് തോന്നും. അപ്പം അങ്ങനെ അത് അറിയിക്കുകയാണ് ചെയ്യുന്നത്. ആർക്കും ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ അറിയുന്നതിന് മുന്നേ എനിക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, അത് ചെയ്യാൻ പറ്റത്തില്ല എന്നോർത്ത് നമ്മൾ ജഡ്ജ് ചെയ്യാതെ ആർക്കും, ഞങ്ങൾ വരുന്ന ഓരോരുത്തർക്കും ഞങ്ങൾക്ക് ഈ ഫിയറും കൺസേൺസും അതേപോലെ തന്നെ ഫുൾ ടൈം ജോലിയൊക്കെ ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇതിന്റെ ഉള്ള ഒരു അമേസിങ് സിസ്റ്റം കാരണം നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ കൂടെയുള്ള സപ്പോർട്ട് സിസ്റ്റം ആണ് ചെയ്യുന്നത്. അപ്പം ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. എനിക്ക് ഫുൾ ടൈം ജോലിയുടെ കൂടെയും പിന്നെ എൻ്റെ കിഡ്സിന്റെ കൂടെയും ബാക്കി എല്ലാം കൂടെ എനിക്ക് അത് മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന പേടികളും, ഇപ്പം ചേച്ചി ആണെങ്കിലും ആദ്യം ഞങ്ങളെ ഇൻഡിവിജ്വൽ ആയിട്ട് കോലൈവ് ചെയ്യാനായിട്ടൊന്നും അല്ല ചേച്ചത്. ആദ്യം ഞങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് തന്നു. ഞങ്ങളുടെ ആ പേടിയൊക്കെ മാറി. അങ്ങനെയാണ്. ഞാനും റീൽസ് ഒന്നും ഒരിക്കലും ചെയ്തിട്ടുള്ള ആളല്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ്ലി അവേ ആയിരുന്ന ആളാണ്. എനിക്കും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ പക്ഷെ എന്താണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് സറൗണ്ടഡ് ബൈ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ്. സോ നമുക്കില്ലാത്ത കഴിവുകളെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു ജെനുവിൻ ആയിട്ട് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നമുക്ക് റെഡി ആണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. 100% ഞങ്ങൾ എല്ലാവരും ഗ്യാരണ്ടി തരാൻ പറ്റും. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ചേച്ചി. താങ്ക് യു. താങ്ക് യു അനു സോ മച്ച്. പിന്നെ അനു എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് അത്. 100% ട്രൂ ആണ്. കാരണം അനുവിനെ പോലെ 3 കുട്ടികളെ നോക്കുന്ന, കുഞ്ഞു കുട്ടികളെ നോക്കുന്ന അനുവിന് ചെയ്യാൻ പറ്റുമെങ്കിൽ
നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെയും റിയയുടെയും ഷിനാചേട്ടൻ്റെ ഒക്കെ കുട്ടികൾ ഇച്ചിരി വലുതാണ്, അവരെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണതാണ്. അനുവിന്റെയും കാർത്തികയുടെയാണ് കുറച്ച് കുട്ടികളായിട്ട് ഇത്തിരിയും കൂടെ ചെറുതായിട്ടുള്ള കുട്ടികൾ, ബട്ട് സ്റ്റിൽ അവരെ പോലത്തെ അനുവിന്റെയാണ് ഏറ്റവും ചെറിയ കുട്ടികൾ, കുഞ്ഞു വാവയായിട്ടുള്ള മോനെ കൂടി ഇരുത്തിയിട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. സോ നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് നമുക്ക് വളരെ അടുപ്പിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എൻ അമേസിങ്. അത് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുന്ന, അതായത് ആ ലെവി ലിഫ്റ്റിംഗ് ചെയ്യുന്ന സിസ്റ്റം ഈസ് വർക്കിംഗ് ഫോർ അസ് സോ അമേസിംഗ്ലി അല്ലേ. സോ നമുക്ക് ഇനി കാർത്തികനോട് ചോദിക്കാം. ഹായ് കാർത്തിക ന്യൂസിലാൻഡിൽ നിന്നാണ്. സോ കാർത്തികയുടെ ഒരു ഫിയർ ഉണ്ടായിരുന്നു കാർത്തികക്ക് ഇതുപോലെ ആദ്യം വന്നപ്പോൾ, ഓർ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോഴൊക്കെ? താങ്ക് യു ചേച്ചി. താങ്ക് യു എവറി വൺ ഫോർ വാച്ചിങ് എസ്. സോ തീർച്ചയായിട്ടും ഫിയർ ഉണ്ടായിരുന്നു എന്ന് ബെസ്റ്റ് എക്സാമ്പിൾ ചോദിച്ചാൽ ഷിനോയ് ചേട്ടനോട് തന്നെ ചോദിക്കാം. കാരണം എൻ്റെ മെൻറ്റർ ഷിനോയ് ചേട്ടനാണ്. ഞാൻ അതിനു മുന്നേ ഈ ബിസിനസ്സിനോട് കോണ്ടാക്ട് ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഫിയർ എന്ന് പറയുന്നത്, ഇപ്പം റേ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ജെനുവിനിറ്റി. അതായത് ഇത് കാരണം ഓൺലൈനാണ്, ഒരുപാട് സ്കാം ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി ഇങ്ങനെ ഡെയിലി വരുന്നുണ്ട്. നമ്മളെ എപ്പം ഏതിൽ ക്ലിക്ക് ചെയ്താലും നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ സ്കാമിലോട്ട് പോകാനുള്ള അത്രയും ട്രാപ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എന്നെ ശരിക്കും എനിക്ക് ശരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി, ഇത് ഞാൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. പക്ഷെ ഞാൻ ചിന്തിച്ചത്, അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യം ഞാൻ കണ്ട ആളുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. പക്ഷെ എനിക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു കൺഫ്യൂഷൻ പിന്നും ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഐ വാസ് ബിഹൈൻഡ് ദിസ് ബിസിനസ്. ഇന്ന് പലരും എൻ്റെ ഈ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഈ ബിസിനസ് ഫെൻസ് വാച്ചേഴ്സ് ആയിട്ട് വാച്ച് ചെയ്യുന്ന പോലെ ഞാനൊരു ഫെൻസ് വാച്ചർ ആയിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളും ഓരോ പ്രാവശ്യവും പോയി നോക്കും. പക്ഷെ ഞാൻ ആരോടും ഒന്നും ചോദിക്കില്ല. ഐ വിൽ ജസ്റ്റ് വാച്ച് ആൻഡ് സെറ്റ്. ആൻഡ് ദെൻ ഐ വാസ് ടോട്ടലി ഒരു ഭയങ്കര ഒരു ഡിലമയിലായിരുന്നു. ഈ സ്റ്റെപ്പ് ഞാൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇപ്പം അനു ഇവിടെ പറഞ്ഞു ഫ്ലെക്സിബിലിറ്റിയുടെ കേസ്. ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ നോക്കുന്ന എല്ലാവരും ചെയ്യുന്നത് അനു പറഞ്ഞ പോലെ അവരുടെ എല്ലാവരുടെയും ലൈഫുമായിട്ട് ഭയങ്കരമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ്. ചിലർ ഓഫീസിലിരുന്ന് ചെയ്യുന്നു, ഡോക്ടേഴ്സും ഈ പറഞ്ഞ പോലെ നഴ്സസും അല്ലാത്ത ആൾക്കാരും ഒക്കെ അവരുടെ കമ്പനിയിൽ ഇരുന്നുകൊണ്ട് വരെ ഇതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടു. എല്ലാവരും തന്നെ ഒരുപാട് അവരുടെ പോക്കറ്റ്സ് ഓഫ് ടൈം യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി ആയിട്ട് ഇത് ചെയ്യാൻ കൂടെ പറ്റിയ ഒരു ഫുൾ ടൈം ജോബ് എന്നുള്ള ജോബറായ എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് ഇതിന്റെ ജെനുവിനിറ്റി ഞാൻ പിന്നെ ചെക്ക് ചെയ്തപ്പോഴാണ് ഷിനോയ് ചേട്ടൻ എന്നോട് പറഞ്ഞത്, ഇത് ടാക്സബിൾ ആണ്, നമ്മുടെ ന്യൂസിലൻഡ് ഗവൺമെന്റിന്റെ കീഴിൽ നമുക്ക് ഒരു സംശയവും കൂടാതെ ടാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ഇതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഐ തോട്ട് ഓഫ് ഓക്കെ, ഞാൻ ഈ സ്റ്റെപ്പ് എടുക്കണം. പിന്നെ എനിക്ക് ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ടാണ്. എല്ലാവരെയും പോലെ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. എനിക്ക് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഈ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോന്നൊന്നും ഉള്ളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡായിരുന്നു എൻ്റെത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ കയ്യിലുള്ള പൈസയോ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഫിനാൻസിങ് ഓപ്ഷൻസ് എന്തെങ്കിലുമൊക്കെ ചൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, യെസ്, ഐ ക്യാൻ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി 100%. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്ത് ഇതിലോട്ട് വന്നത്. എനിക്ക് ഇന്ന് പലരും ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്, ഇതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഇന്ന് ഒരു സാധനം ചെയ്തിട്ട് നാളെ എനിക്ക് കോടിപതി ആവണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഈ ബിസിനസ്സിലോട്ട് വന്നപ്പോൾ. ഐ വാസ് ഓൺലി തിങ്കിങ് ദാറ്റ് ലോങ് റണ്ണിൽ ഐ ഹാവ് ടു കം ഔട്ട് ഓഫ് മൈ ഫിനാൻഷ്യൽ സ്ട്രെസ്. ചിലപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. ഞാൻ ഒരിക്കൽ പോലും എവിടെയും ആരുടെ പറഞ്ഞിട്ടില്ല, എന്നെ കോണ്ടാക്ട് ചെയ്തവരോടത്ത് ഇന്ന് വന്നാൽ നിങ്ങൾക്ക് നാളെ ഇതിനകത്തുനിന്ന് എല്ലാം കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ദിസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഫോർ എ ലോങ്. ഡെഫിനറ്റ്ലി നമുക്ക് അമേസിംഗ് റിസൾട്ട്സ് ഇതിനകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റും. ചിലർക്ക് ക്വിക്ക് ആയിട്ട് കിട്ടും, ചിലർക്ക് കുറച്ച് ടൈം ടേക്കിംഗ് ആയിരിക്കും. അത് നമ്മൾ ഇടുന്ന എഫേർട്ടും നമ്മൾ ഇടുന്ന ആ ഒരു ടൈമും നമ്മുടെ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഡെഫിനറ്റ്ലി വൺ തിങ് ഐ ക്യാൻ അഷ്യൂർ ദാറ്റ് ഞാൻ ആ ഒരു 250K+ ആയിട്ടുള്ള ഒരു മെമ്പേഴ്സ് ഉള്ള ഒരു അമേസിംഗ് ഡ്രീം ടീം എന്ന് പറയുന്ന ആ ഒരു എനിക്ക്
ആ ഒരു ഇതിനകത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എത്രത്തോളമാണ് ആൾക്കാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ എന്താണ് അവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ചത് ചെയ്യുന്നതെന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഐ ക്യാൻ ഓൾസോ ഡു ദിസ്. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റെപ്പ് എടുത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്തത്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു കാർത്തിക, താങ്ക് യു സോ മച്ച്. കാർത്തിക വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ആദ്യം ഫെൻസ് സിറ്റർ ആയിട്ട് ഇരിക്കാണ്ട് ഒത്തിരി ആളുകൾ ഫെൻസിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ലൈവും നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ബട്ട് യു നോ, ദ ഏർലിയർ യു സ്റ്റാർട്ട് ദ ബെറ്റർ ഇറ്റ് ഇസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി വിതിൻ 2025 ഒക്കെ ആകുമ്പോഴേക്കും $15 million ഓഫ് ഇൻകം ആണ് ജനറേറ്റ് ചെയ്യാൻ, ഇങ്ങനെ വളരെ ഹൈ പോസിബിലിറ്റി ഓഫ് ഇൻകം ആണ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ അവർ ഫോബ്സ് മാഗസീനൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. So this is going to be the one of the next biggest opportunity in the online space. അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള നോളജും അതിനോട് ബന്ധപ്പെടുത്തിയ ഒരു ബിസിനസ്സും കൂടി നമുക്ക് കിട്ടണം എന്ന് പറയുന്നത് ബിഗ് ബ്ലെസ്സിങ് ആണ്. സോ നമുക്ക് ഷിനോ ചേട്ടൻ അവൈലബിൾ ആണോ? ഷിനോ ചേട്ടനോട് ചോദിക്കാം, എന്താണ് ഷിനോ ചേട്ടൻ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എന്തെങ്കിലും ഫിയർ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്താണ് ഷിനോ ചേട്ടൻ പറയാനുള്ളത്? Hi everyone, thank you for watching us for weekly live. എനിക്ക് ആദ്യമായിട്ട് ഈ ബിസിനസിനെ പറ്റി കേട്ടപ്പം എൻ്റെ മനസ്സിലൂടെ ആദ്യം വന്ന ഒരു സംശയം, ഞാൻ ഇതിന് ടോക്കറ്റീവ് അല്ല, ഇത് ഒത്തിരി സംസാരിക്കണം എന്നുള്ള സംശയമായിരുന്നു. കാരണം പൊതുവെ ആണുങ്ങൾ അധികം സംസാരിക്കുന്ന ഒരു ലിമിറ്റ് ചെയ്ത് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ എനിക്ക് കൂടുതൽ ബിസിനസ്സിൽ ചെയ്യുന്ന ആൾക്കാരെ എല്ലാം ലേഡീസ് ആണ്, ആണുങ്ങൾ കുറവാണ്. അപ്പൊ ഞാൻ മെലീന ചോദിച്ചു, മെലീന എനിക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം ഞാനധികം ടോക്കറ്റ് ചെയ്യുന്ന ആളല്ല. കാരണം നമുക്കറിയാം, ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി സംസാരിക്കണം. അപ്പൊ ഞാൻ അധികം സംസാരിക്കുന്ന ഒരാളല്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്ന ഒരു ബിസിനസ് ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു. മെലീന സംശയങ്ങളൊക്കെ മെലീനോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു പാക്കേജ് ആയിട്ട് കിട്ടുന്നത്. അതായത് ഇതിന്റെ ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ട് ബിസിനസിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു 90% വർക്കും ഒരു സിസ്റ്റമാണ് ചെയ്യുന്നത്. ബാക്കി 10% വർക്ക് മാത്രം ചെയ്താൽ മതി. അപ്പൊ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് സംശയമുണ്ടോ, അതായത് ഒത്തിരി സംസാരിക്കണോ അതോ ഈ ലൈവ് ചെയ്യുന്ന, അതൊന്നുമല്ല. നമുക്ക് ഫുൾ പാക്കേജ് ആണ് ഈ ബിസിനസ് തരുന്നത്. അപ്പം അങ്ങനെ നമ്മളെ ഈ ബിസിനസ്, നമ്മുടെ ഇൻഡിവിജ്വൽ ഒരു ബിസിനസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് സംസാരിക്കണോ വേണ്ടതൊന്നും വേണ്ട. അങ്ങനെയുള്ള ഒരു ബിസിനസ് അല്ല ഇത്. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ വേറൊരു സംശയം എന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു 9 to 5. അപ്പം എൻ്റെ ജോലിയോടൊപ്പം കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിനെ പറ്റി പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. മൂന്നാമതൊരു സംശയം, സാധാരണ ന്യൂസിലൻഡിലുള്ള ആൾക്കാരെ എപ്പോഴും വിചാരിക്കുന്നത് കുറെ കഴിയുമ്പോൾ ഓസ്ട്രേലിയയൊക്കെ സെറ്റിൽ ചെയ്യണം, അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി മനസ്സിലുണ്ടോ? അപ്പൊ ഞാൻ വെച്ചു, ഞാൻ എന്തെങ്കിലും കാരണവശാൽ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത്രയും നാളും ചെയ്ത ആ ഒരു എഫേർട്ട് എല്ലാം പോകുമല്ലോ. പക്ഷെ ഈ ബിസിനസ്സിനകത്ത് അങ്ങനത്തെ ഒന്നും പേടിക്കണ്ട. നമ്മൾ ലോകത്തിന്റെ ഏത് കൺട്രി പോയാലും നമുക്ക് ക്യാരി ഓൺ ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര മനോഹരമായ ഒരു ബിസിനസ്സാണ്. ഏതെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ചിന്തിച്ചു നോക്കി, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ് നമ്മൾ ഒരു രാജ്യത്ത് ചെയ്യുക, നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് നാട്ടിൽ പോവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകണമെങ്കിൽ നമുക്ക് അത് എല്ലാം വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ എത്ര നഷ്ടങ്ങളാണ്. ഈ ഒരു ബിസിനസ്സിനകത്ത് അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാം, അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം അത്രയ്ക്ക് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബിസിനസ്, ഈ ഓൺലൈൻ ബിസിനസ്. തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വെബിനാർ കാണുക. വെബിനാർ കണ്ട ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷിനോ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഷിനോ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഏത് രാജ്യത്തിലേക്ക് മൂവ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാലും നമുക്ക് ഈ ബിസിനസ് അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അത്രയും ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ബിസിനസ് മോഡലാണ്. ഇനി പറഞ്ഞ ഞാൻ ഉൾപ്പെടെ ഇവിടെ ആരും ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ടിരുന്ന ആളുകളൊന്നുമല്ല. നമ്മളെല്ലാം പാസീവായിട്ട് മറ്റുള്ളവരുടെ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ കണ്ടിരുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ ഇതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഈ വെറുതെ സ്ക്രോൾ ചെയ്യുന്ന സമയമുണ്ടല്ലോ, നമ്മുടെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ റീൽസും യൂട്യൂബ് വീഡിയോസും ഒക്കെ കണ്ട് സ്ക്രോൾ ചെയ്യുന്ന സമയമുണ്ടല്ലോ, നമ്മളും അതുപോലെ ചെയ്തിരുന്ന ആളുകളാണ്. പക്ഷെ ആ ടൈം മതി നമുക്ക് ഈ ബിസിനസ്സിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ. ആ കുറച്ച് ടൈം
നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് തോന്നും നമ്മൾ കുറച്ചു നേരം ഇരുന്നിട്ടുള്ളത്, പക്ഷെ പിന്നെ സമയം നോക്കുമ്പോൾ അറിയാം ചിലപ്പോൾ 1/4 മണിക്കൂറൊക്കെ നമ്മൾ വീഡിയോസ് കണ്ടിരുന്നിട്ടുണ്ടാവും. ആ 1/4 മണിക്കൂർ നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടി സോഷ്യൽ മീഡിയ യൂസ് ചെയ്താൽ മതി. അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു സമയമോ ഒന്നും നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഇരുന്ന് സ്ക്രോൾ ചെയ്യുന്ന ആ ഒരു 1/2 മണിക്കൂർ രാവിലെയോ 1 മണിക്കൂർ ഉച്ചക്കോ എപ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു ടൈം നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആകാനും പറ്റും, കൂടുതൽ കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പറ്റും, അതിലൂടെ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും ഭാവിയിൽ. സോ ഇറ്റ്സ് an amazing opportunity. ഓക്കെ, റിയക്ക് എന്തോ പറയാനുണ്ടെന്ന്. ഞാന് ഇന്ന് നല്ല ഹാപ്പി ദിവസമാണ് എന്റേത്. ഇന്ന് ഉച്ചക്കും രാത്രിയും എല്ലാം പുറത്തുനിന്നാണ് എന്റെ ഭക്ഷണം. ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ടാക്സ് ചെയ്തു ഈ ബിസിനസിൻ്റെത്. പിന്നെ അപ്പാണ് മനസ്സിലായത്, ടാക്സ് കൺസൾട്ടന്റിന്റെ അടുത്ത് പോയപ്പോഴാണ് കൂടുതൽ ബെനിഫിറ്റ്സ് മനസ്സിലായത്. നമ്മുടെ ഈ എക്സ്പെൻസ് ഒക്കെ, നമ്മുടെ ഇലക്ട്രിസിറ്റി, നമ്മുടെ ഇന്റർനെറ്റ് ഒക്കെ ഇതില് നമുക്ക് ബിസിനസ്സിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ കൂടുതൽ കിട്ടുന്ന ഇൻകത്തിനെക്കാട്ടിയും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉപയോഗിക്കാത്ത സംഭവം, സാധാരണ നമുക്ക് ഇതൊന്നും എക്സ്പെൻസ് ഒക്കെ നമ്മുടെ സ്വന്തം എക്സ്പെൻസ് ആണല്ലോ. ഇപ്പൊ ബിസിനസിന്റെ കൂടെ ആയിരുന്നു, ബിസിനസിന് കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് തന്നെയൊക്കെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയത്. അപ്പം അങ്ങനെ കുറെ റിട്ടേൺ ഒക്കെ കിട്ടി. അതിന്റെ ഹാപ്പി ആയിട്ട് ഇന്നൊരു ഹാപ്പി ഡേ. ഓക്കെ, അത് നല്ല കാര്യമാണ്. സോ നമ്മൾ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ലെജിറ്റ് ആയിട്ട് ഫയൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആണിത്. എനിക്ക് ഒട്ടുമിക്ക ആൾക്കാരും ഇതിനെക്കുറിച്ച് തെറ്റായ ധരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ആരും കാനഡ, ഓസ്ട്രേലിയ, US അല്ലെങ്കിൽ ന്യൂസിലാൻഡ് പോലത്തെ രാജ്യങ്ങൾ ഇത്രയും നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ രാജ്യത്തേക്ക് പേപ്പർ വർക്ക് ഒക്കെ ചെയ്ത് വരുന്നതും, പിന്നെ നമ്മളെല്ലാവരും പല രീതിയിലുള്ള ലൈസൻസിങ്ങും, അനുവാണിക ആറിന്റെ ലൈസൻസിങ്ങും, റിയ ആണെങ്കിൽ IT-യുടെയും കാർത്തികയൊക്കെ ആണെങ്കിലും നമ്മൾ പലതരം ഇത് പഠിപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ how can you do something which is going to harm your identity? അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിനെ ഹാം ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ചെയ്യോ? ഇല്ല. നമ്മുടെ CRA നമ്മളെ വന്ന് നോക്ക് ചെയ്ത് നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്തില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആരും. അത്രയും റിസ്ക് എടുക്കാനൊന്നും ആരും മുതിരില്ല, അല്ലെ? നമ്മളെല്ലാവരും ഈ ബിസിനസ് ചെയ്യുന്നത് ലെജിറ്റ് ആയിട്ട് തന്നെയാണ്. ആൻഡ് വി ആർ ഓൾ പ്രൗഡ്ലി വി ഷുഡ് സേ നമ്മൾ ടാക്സബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാണ്ട് ഹൈഡ് ചെയ്തിട്ടോ CRA ഹൈഡ് ചെയ്തിട്ടൊന്നുമല്ല. സോ ഒന്നുമില്ല, ദർ ഇസ് നത്തിങ് ടു ഹൈഡ്, അല്ലെ? നമ്മൾക്ക് കൂടാതെ നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറെ കാര്യങ്ങൾ റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മുടെ ഫോൺ ബില്ല്, ഇലക്ട്രിക് ബില്ല്, അതും ഇതും കുറെ സംഭവങ്ങൾ. ആസ് ഒരു നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളിലും കൂടുതൽ ബെനിഫിറ്റ്സ് ആണ് ഒരു ബിസിനസ് ഓണറിന് കിട്ടുന്നത്. ആക്ച്വലി നമ്മൾ ടാക്സ് ഫയൽ ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് an amazing opportunity. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വിൽ ബി ഹാപ്പി ടു ഗൈഡ് യു ത്രൂ ദിസ് പ്രോസസ്. ഫസ്റ്റ് സ്റ്റെപ്പായ വെബിനാർ ആണ്. അപ്പൊ അത് കാണുക. നമ്മുടെ ആരെങ്കിലും വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ എന്റെ ലിങ്ക്സ് ഒക്കെ അയച്ചു തരാം. ആൻഡ് ഫ്രം ദെയർ യു ക്യാൻ പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. So we wish you all a very beautiful day and a beautiful weekend. So thank you everyone. Have a beautiful day. Thank you everyone. Thank you.